കാലത്ത് കല്യാണത്തിന് മണവാട്ടിമാർക്കൊക്കെ മൈലാഞ്ചി ഇട്ടിരുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. പിന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ആക്കണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈലാഞ്ചില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇടുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നല്ല കളർ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ആഡ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോവരുത്. മൈലാഞ്ചി സാധാരണ അരച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഹാഫ് മുഴുവനും ആഡാക്കേണ്ട, കുറച്ച് മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി വേണ്ടത് ഒരു ബൗളാണ്. പിന്നെ ഒരു നൈസായിട്ടുള്ള കോട്ടൻ്റെ ക്ലോത്തും. ഈ തുണി ബൗളിൻ്റെ മുകളിൽ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് മൈലാഞ്ചി കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കുക. അരിക്കുമ്പോൾ കുറേശ്ശെ ലെമണും പിഴിഞ്ഞു കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് വേണ്ടത്ര മൈലാഞ്ചി അരിച്ചെടുക്കാം. ഈ ഒരു മെത്തേഡ് ഉമ്മയാണ് പറഞ്ഞത്. ഉമ്മാൻ്റെ ചെറുപ്പകാലത്ത് ഇന്നത്തെ പോലെ മൈലാഞ്ചി ട്യൂബൊന്നുമില്ല. അരച്ച മൈലാഞ്ചി കൊണ്ട് ഓലയും സൂര്യനെയാണ് വരച്ചെടുക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിൽ പോയപ്പോൾ അവിടെ കുറച്ച് എറണാകുളം ടീംസ് ഈ ഒരു രീതി ഉപയോഗിച്ച് മണവാട്ടി പെണ്ണിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് കണ്ടത്. ഹാവ്, സൂര്യനിൽ നിന്നും ഓലയിൽ നിന്നും ഒരു മോചനം കിട്ടി. പിന്നെ അങ്ങോട്ട് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്തു. ഈ രീതിയിൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഹെന്ന ഇട്ടത് കൊണ്ട് ഞാൻ ചെറിയൊരു ഡിസൈനാണ് വരക്കുന്നത്. ഇതൊന്ന് ട്രൈ ആയാൽ ഇതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ വരച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3 times ഒക്കെ വരച്ചാൽ മതി. പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു കളർ കിട്ടും. ഇതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് കൂടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ പറയണ്ട. മൈലാഞ്ചി കയ്യിലുണ്ടെന്ന് കരുതി നടക്കേ വേണ്ട. ഇത് കയ്യിൽ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ടാർ ഒട്ടി പിടിച്ചതുപോലെ അവിടെ കിടന്നോളും. ഇപ്പോൾ കല്യാണത്തലേന്ന് മൈലാഞ്ചി കല്യാണം എന്നൊരാചാരം കൂടി ഉണ്ടായത് കൊണ്ടും പോരാത്തതിന് ട്രഡീഷണൽ രീതിയും. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കളറാക്കാൻ ഈ ഒരു മെത്തേഡ് യൂസ് ആക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇങ്ങനെ ഒരു രീതി ഉണ്ടെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് അടിപൊളിയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഉമ്മമാർ കയ്യിൽ മൈലാഞ്ചി കൊണ്ട് ഓലയും സൂര്യനും വരച്ചു തന്നവർ ഒന്ന് ഇവിടെ വരൂ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു ലൈക്കും കൂടി അടിച്ചേക്ക്.